ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വെള്ളിയാഴ്ച വരെ ടോൾ വിലക്ക് തുടരാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വാർത്തയും ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും എന്നുള്ളതാണ്. ശ്യാം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദേശീയപാത അതോറിറ്റിക്ക് ഇന്നും തിരിച്ചടിയാണ്. തുടർച്ചയായ എട്ടാം തവണ ഹർജി പരിഗണിക്കുമ്പോഴും ടോൾ വിലക്ക് തുടരാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത്. വെള്ളിയാഴ്ച വരെ ഈ ടോൾ വിലക്ക് തുടരുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഇടക്കാല ഉത്തരവ് തുടരും. നേരത്തെ ഓഗസ്റ്റ് മാസം 6-നാണ് ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. ആദ്യം 4 ആഴ്ചത്തേക്കായിരുന്നുവെങ്കിൽ ഇന്നത് ഏതാണ്ട് 2 മാസം ഇന്ന് പൂർത്തിയാവുകയാണ്. അത് ഇനിയും 4 ദിവസവും കൂടി തുടരും എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ദേശീയപാതയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് ജില്ലാ കളക്ടർ ഇന്ന് നൽകിയ റിപ്പോർട്ട്. സർവീസ് റോഡ് പലയിടത്തും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും കൂടി ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ശബരിമല മണ്ഡലകാലം വരാനിരിക്കുകയാണ്, വൃശ്ചിക മാസം വരാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ശബരിമലയിലേക്ക് പോകുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതലായി കടന്നു വരുന്നത് ഈ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗതാഗത കുരുക്ക് കൂടും എന്ന കാര്യം ഹൈക്കോടതിയിൽ ഇന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടായി തന്നെ അറിയിക്കുകയും ചെയ്തു. 4 വരിപ്പാത ഒറ്റ വരിപ്പാതയായി മാറിയെന്നാണ് ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പരിഹാരം കാണാത്തത് എന്ത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ ടോൾ വിലക്ക് വെള്ളിയാഴ്ച വരെ നീട്ടിയത്. വെള്ളിയാഴ്ച ഈ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. താങ്ക് യു റിപ്പോർട്ടർ. ബിഗ് ബ്രേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ടോൾ വിലക്ക് തുടരും വെള്ളിയാഴ്ച വരെ എന്നുള്ളതാണ്. ജെയ്സണോട്. ജെയ്സൺ, വീണ്ടും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കോടതി ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കളക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് 4 വരിപ്പാത ഒറ്റവരിപ്പാതയായി എന്നുള്ള വിമർശനത്തോടു കൂടിയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വരെ ടോൾ വിലക്ക് നീട്ടിയിട്ടിരിക്കുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ കോടതി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ ജെയ്സൺ? അതെ അരുൺകുമാർ, യാതൊരു സംശയമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഗതാഗതക്കുരുക്ക് തുടരുക തന്നെയാണ്. നാം എപ്പോഴും പറയുന്ന പോലെ എന്തിനാണോ ടോൾ നൽകുന്നത് ആ സർവീസ് ഇവിടെ ലഭ്യമാകുന്നില്ല എന്ന വലിയ ആക്ഷേപം, വലിയ പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാം ഇതിന് തുടക്കം മുതൽ വെച്ച ഒരു നിർദ്ദേശമുണ്ട്. പാതി ടോൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് കോടതി അത്തരമൊരു പരാമർശം, അതായത് ഈ പുനഃപരിശോധിക്കുന്നത്, ഇതിൻ്റെ ടോൾ പിരിവിൻ്റെ തുക പുനഃപരിശോധിക്കുന്ന സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. പരാതിക്കാരൻ നമ്മോടൊപ്പം ഇന്ന് കോടതിയിലുണ്ടായെന്നൊക്കെ. കോടതിയിൽ കളക്ടർ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ വലിയ കാനകൾ എടുക്കുന്നത്. അതിന് ഒരു സുരക്ഷാ ഭിത്തി പോലുമില്ല. മാത്രമല്ല, സർവീസ് റോഡ് വളരെയധികം മോശമായ അവസ്ഥയിലാണ്. വലിയ ഗതാഗത കുരുക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 50% ടോൾ മാത്രമേ ഇവർക്ക് പിരിക്കാൻ അർഹതയുള്ളൂ. 4 ബേക്കർ അണ്ടർപാസിന്റെ പണി അവിടെ നടക്കുന്നത്. മിനിമം ഒരു 10-15 കിലോമീറ്റർ ദൂരം ഇപ്പോൾ ബ്ലോക്കാണ്. ഇനി കൊരട്ടി 17-ാം തീയതി കൂടി പൊളിച്ചു കഴിഞ്ഞാൽ വലിയ ബ്ലോക്കിലേക്ക് 5ാമത്തെ നടപ്പാത, അടിപ്പാത നിർമ്മാണം കൂടി വരികയാണ്. അതെ, UP കൊരട്ടിയുടെ ഇപ്പോൾ പൊളിക്കാൻ പോവുക. അപ്പോൾ വലിയ ബ്ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് 50% ടോൾ പിരിക്കാൻ അർഹതയുള്ളൂ. നമ്മൾ ടോൾ കൊടുത്ത് എന്തിനാണ് ഗതാഗത കുരുക്കിൽ പോയി പെടുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ ടോൾ കൊടുത്ത് സർവീസ് റോഡുകളിൽ പോകണം. കേന്ദ്ര സർക്കാരിനോട് ഇന്ന് ഹൈക്കോടതി പുനഃപരിശോധിക്കാൻ പറഞ്ഞു. താരിഫിനെ കുറിച്ച് പുനഃപരിശോധിക്കാൻ പറഞ്ഞു. ഹൈക്കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ടോൾ കൊടുത്തിട്ട് എന്തിനാണ് ഈ ഗതാഗത കുരുക്കിൽ പോണേ എന്ന് വ്യക്തമായി ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് വേണ്ടി നിലപാട് എടുക്കുകയാണെന്ന് ചെയ്തത്. ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുണ്ട്. അരുൺകുമാർ, ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ടോൾ പിരിവിന്റെ പകുതി മാത്രമേ കൊടുക്കാൻ പാടൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലുള്ള ആ പൂട്ട് ഇനിയും 3 നാൾ കൂടി പൂട്ടി തന്നെ കിടക്കും എന്നതാണ് നമുക്കൊരാശ്വാസം, ജനങ്ങൾക്കൊരാശ്വാസം. ഈ പൂട്ട് എന്നും നാം കാണിക്കുന്നുണ്ട്. ഈ പൂട്ടിന് 3 നാൾ കൂടി കിടക്കും. ഈ പൂട്ട് തുറക്കുമ്പോൾ ഒരു പാതി ടോളായാൽ അത്രയും ജനങ്ങൾക്ക് ആശ്വാസം, അത്രയും നമുക്ക് പറയാൻ കഴിയൂ. ഏതായാലും കോടതി എല്ലാം കാണുന്നുണ്ട് ജെയ്സൺ, കോടതി എല്ലാം അറിയുന്നുണ്ട്, കോടതി തന്നെ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. ജഡ്ജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ജഡ്ജിമാരുടെ കൺമുന്നിലല്ലേ. അതോടൊപ്പം കളക്ടർ റിപ്പോർട്ടും കൂടി ആകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള നിരീക്ഷണമാണ്. എന്തായാലും വെള്ളിയാഴ്ച വരെ ടോൾ വിലക്ക് തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന നേരം.